ഇത്തിരി കുറവാണ്. അല്ല, ഇത് രണ്ടും തമ്മിൽ ബന്ധമാണോ? ഏത് മഹാനായിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടോ കണ്ടോ അവൻ അർദ്ധാത്തിൽ വിരമിച്ചത് കണ്ടോ? എനിക്കിട്ടൊരു സകല നാടകവും മറ്റും നമ്മുടെ കയ്യിലുണ്ടെന്ന് അവൻ അറിയേണ്ടതല്ലേ? ഇതാണ് ഈ തലമുറകളുടെ വിധവേ വിധവേ എന്ന് പറയുന്നത്. എന്താണ് വേണ്ടത് മകനെ നിനക്ക്? എല്ലാ അസുഖത്തിൽ പ്രവേശിച്ച ദുഷ്യന്ത മഹാരാജാവിന്റെ കണ്ണുകൾ കാരണം കൂടാതെ തുടിച്ചിരുന്നത് പോലെ സ്വന്തം മുട്ടൻ വിശദസ് വയ്യാൻ വാളാകി നിൽക്കുന്ന മഹാരാജാവ് കുമാരന്റെ തന്നെ വിതലഞ്ചി ഇപ്പൊരികൾ കാറി പറന്ന് അത്യുദുഃഖം അനുഭവപ്പെട്ട പോലെ. അല്ലയോ എന്തോ അങ്ങനെ അങ്ങനെ വല്ലതും സംഭവിക്കുകയുണ്ടായോ ആവും. എന്താണ് ചിങ്കിടി പോലെ പഴയ നാടകത്തിന്റെ ഭാഗമല്ല. എന്താണ് പറയുന്നത്? അതെ, അധികം ബാധ്യത പഠിക്കാതെ കാര്യം അങ്ങോട്ട് പറയാൻ തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ മോൻ നോക്കിയിട്ട് ഉള്ളിൽ കയറി വഴി വെക്കാതെ ഇത് നിന്റെ പ്രായം. ഏത് പ്രായത്തിലും ഇവരേക്കേടെന്ന് പറയുന്നത് ഇവരേക്കേട് തന്നെയാ. ഇവൻ പറഞ്ഞത് കേട്ട, ഇവൻ പറഞ്ഞത് നേരാൻ വണ്ണം ധരിച്ചിട്ടുണ്ട. എത്ര ചിരിഞ്ഞതായിരുന്നു ഇവൻ. വളരെ കൊച്ചായിരുന്നു ഇവനെ. അല്പം ഒന്ന് നടത്തിക്കൊണ്ട് ഒരു കൈതപ്പുറത്ത് ഏറി നടന്നതുകൊണ്ടേ അതെ, അതുകൊണ്ട് മാത്രം മുതലക്കണ്ണീരൊഴുക്കിയ മാന്യ മഹാനവങ്ങളല്ല ഇരിക്കുന്നത്. ആ വിദ്വാനാണ് ചോദ്യം. പറഞ്ഞത് കേട്ടില്ലേ? തലമുറകളുടെ വിധവെന്നോ തലമുറ മണ്ഡലേക്കിലെന്നോ എന്താ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിച്ച് കളയാം. വിഷയം എന്ന് പറഞ്ഞതുകൊണ്ടേ എന്റെ അമ്മ മല്ലത്തിരിവിലേക്ക് കടന്നു കളയുന്നു. ആ പഴയ നാണയത്തിന്റെ ഭാഗം തന്നെ കേറി നിന്ന് കൊച്ചു വർക്കാണ് മഞ്ഞ കേട്ടില്ല. ഇവിടെ ഒന്ന് തുടച്ച് അങ്ങനെ കുറെ ചേരം അന്നത്തേനൊന്ന് തുന്നി തരില്ലേ? അടുക്കി തുടക്കി കാര്യം നോക്കാം. വല്ല ചാക്കോ പഴതുണിയോ മറ്റോ ഇന്നത്തെ കാലത്ത് പ്രേതത്തിന്റെ പാർട്ടി ഉപയോഗിക്കാൻ നോക്കുകയാണ്. അകത്ത് കയറേണ്ടി വരുമ്പോൾ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് അടുത്ത് നോക്കിയാലോ? വേണ്ട, അടുക്കാതെ തൊട്ട് വിരൽപാട് പതിപ്പിക്കാതെ പണ്ട് ഒന്നും ആർക്കും ചെയ്യാതെ നമ്മെ ചണ്ട കൊട്ടിച്ചവരായി ഇരിക്കുന്ന ജനങ്ങൾ ഏതായി ആ മുണ്ടെടുത്തായിരുന്നു നമ്മൾ തന്നെ കൊണ്ടിട്ട് ഓക്കെ ഒരു നായെടുത്ത് രക്ഷപ്പെടാം. വല്ലവരും വന്ന് വല കൊടിച്ചു ഒപ്പിക്കുന്നതിന് മുമ്പേ നമുക്ക് പോയി കാണാം. എടുത്തോ നല്ല
വന്ന് പെട്ടി കൊണ്ട് വെക്കാൻ പറ്റിയിരുന്ന ഇടമേ വരട്ടെ, അങ്ങനെ രക്ഷപ്പെടാൻ വരട്ടെ. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഏതിൽ നിന്നാണ്? ആ നഗ്ന യാഥാർത്ഥ്യം എന്താണ്? ഞാനിതാ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് പറയാൻ, തുറന്നു പറയാൻ, വാ പിളർന്ന് കണ്ണു തുറച്ച് വാക്കീറുകളിച്ച് കാട്ടി ആ യാഥാർത്ഥ്യം വേണ്ട. മാന്യമഹാജനങ്ങളെ, അത് വിവരിക്കുവാൻ എല്ലാ സഹജീവികളോടും ഞാൻ ചോദിക്കുകയാണ്, വേണമോ? നിങ്ങളത് പറയണം. ഉറപ്പിക്കും തറപ്പിക്കും പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് വേണ്ടെന്ന് എന്നൊന്നും കൂടുതൽ നിങ്ങൾ എന്നെ മനസ്സിലായില്ലേ? സന്തോഷം. പിന്നെ ഇപ്പൊ വന്നത് ഒരു പെട്ടിയോടാ. പെട്ടിയോ? ആ എന്തെങ്കിലും ഉണ്ടോ? സത്യം, ശിവം, സുന്ദരം? അയ്യോ, അതൊന്നുമില്ല. ഇതൊന്ന് തുറക്കാമെന്നറിയാം. ഉറക്കയോ? ആ അത് അടിയിൽ തന്നത് ഒരവധൂര എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതുപോലെ അവൻ പറഞ്ഞു തുറക്കുന്നവനെ കണ്ടുപിടിക്കുക. ഞാനും മോനും അതുകൊണ്ട് നടക്കുക. ഒരുപാട് ദൂരം നടന്ന്. അത് ശരി. അപ്പോൾ വസ്തുവയുടെ കിടപ്പ് അതാണല്ലേ? തുറക്കുന്നവനെ കണ്ടുപിടിച്ചു വാ. ഇതിൽ രാഷ്ട്രാന്തരീയ പ്രശ്നത്തിന്റെ വാല് വല്ലതും കഴിഞ്ഞ് എനിക്ക് I have a peculiar habit. എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുകയില്ല. അതേപോലെ ചിന്തിക്കുമ്പോൾ സംസാരവും ചുരുക്കി പറഞ്ഞാൽ one thing at a time. മനസ്സിലായോ? പാമ്പികളെ വച്ചോ ഇങ്ങനെ? അടിക്കൊന്ന് കൂട്ടിക്കോളൂ. അപ്പൊ വളരെ മിണ്ടാതിരിക്കേണ്ടി വരുമല്ലോ. അതല്ലേ ആശ്വാസം. പക്ഷേ ഒന്നെനിക്ക് തീർച്ചയുണ്ട്, എന്തോ സങ്കീർണമായ സംശിഷ്ടമായ ഒരു സമ്പ്രദായം ആ പെട്ടിയിൽ ഒപ്പിച്ചിരിക്കണം. നോക്കണ്ടായോ? അയ്യോ, സമയമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യും. ഇക്കാര്യം ഒന്ന് കണ്ടു നോക്കേ. ആളൊരു കറകളഞ്ഞ ബുദ്ധിജീവിയാ. ഇത് കണ്ടുപിടിച്ചു തരും കൃത്യമായി. മേൽവിലാസം കയ്യിലുണ്ട്. പോയി നോക്കാം. ഞങ്ങൾ വന്നത് അറിയില്ല. ഇതാണ് സംഗീതയുടെ അസക്തി. പോലെ അപ്പോൾ എന്താണ്? ശൂന്യതയോ
വന്നു. ആയിരിക്കാം നിങ്ങൾക്ക്. പക്ഷേ ചരിത്രപരമായി സാമൂഹികമായി വീക്ഷിക്കുന്ന വെല്ലുപ്പുകനാണ്. അത് ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. ആർത്ഥിക ദാർശനിക മേഖലകളിൽ ഒഴുകിക്കിടക്കുകയല്ല. അത് എങ്ങനെ പറയാൻ കഴിയും? കാലഘട്ടത്തിന്റെ ഉന്മത്തമായ ഉദ്ദിഷ്ടത. ദഹിക്കുന്നില്ല, ദഹിക്കുന്നില്ല. ഞാനത് വെറും കിടന്നു. ഓ, അത് സാരമില്ല. പുതുതലമുറയിൽപ്പെട്ട ആ യുവാവിനെ മനസ്സിലാകും. എന്തോ? വാ, ഓ, അടിയാണല്ല. പണ്ടല്പം നല്ലതെങ്കിലും നന്ദനാരും ഒക്കെ കഴിച്ച് നടന്നതല്ലയോ. കാലം കലിയുഗമല്ലേ, പിന്നെ കോലം മലകുണ്ടു കാണാൻ. തിന്താന തിന്നക്കത്താരോ, തിന്താന തിന്നക്കത്താരോ. കാഴ്ചബദ്ധാവുകൾ കാലും കൈയും വെച്ച് നടക്കുന്നു. ഇതുകൊണ്ടൊപ്പം താങ്കളുടെ പ്രശ്നം. അപ്പൊ ഇത് നോക്കിയാലോ. എന്റെ പ്രശ്നം അതാണ് ഈ തുറക്കുന്നവരെ കണ്ടെത്തുക എന്ന് പറയുന്നതിന് സഹായം. സൂത്രത്താക്കോലാണ്, മന്ത്രോത്സവമാണ്. ആലോചിക്കണം, ആലോചിക്കണം. ഒന്ന് നോക്കണ്ട. അതൊരു വിദഗ്ധന്റെ ജോലിയല്ല. രോഗം നിശ്ചയിക്കാതെ രോഗിയിട്ട് കൊണ്ടാണോ പുള്ളി വൈദ്യന്മാരാണ്. അതെ, ശരിയാ. അപ്പൊ ഇവിടെ ഒന്നും തോന്നണമല്ലോ. ഇതുകൊണ്ട് എന്താ പ്രയോജനം? വർത്താനം പറഞ്ഞേക്കാതെ നിങ്ങൾ പോവുക. പോവുക. വെക്കണം. അതെ, അതാ. നോക്കാം. ആകട്ടെ. നോക്കാം. പറ്റിയ ഒരു പ്രശ്നം വന്നല്ലോ പ്രശ്നം. കുറഞ്ഞാണോ ഇത്ര താഴേക്ക് കുഞ്ഞ പല സഹായവും കൂടാതെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റില്ല. സഹായിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. എന്നാ പിടിച്ചോ. എന്താ പഴക്കമുള്ളൊരു ശില്പരീതിയാണ്. എവിടെയാണ് കവാടമെന്ന് കണ്ടെത്തുവാൻ തന്നെ പ്രയാസം. സങ്കീർണമാണെന്നർത്ഥം. അത്ര നിഗൂഢമായിട്ടാണ് എന്ന പ്രാചീന ഗ്രന്ഥത്തിൽ ഇത്തരം പെട്ടികളെപ്പറ്റി പരാമർശമുണ്ട്. ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നതിന് പകരം പെട്ടിയിലാക്കുകയായിരുന്നു പതിവ്. കുപ്പിയുടെ സംസ്കാരം പിന്നീടേ വരുന്നുള്ളൂ. അത് യൂറോപ്യൻ ചൈനീസ് സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ വിലങ്ങ്. ഓ
മനസ്സിലാക്കും. പാർപ്പതിരിട്ട് വീട് വരുമ്പോ എനിക്ക് മാറ്റും. The contribution of the cultural heritage of Euphrates China. അപ്പൊ ശരി, പിന്നെ കാണാം. പക്ഷേ your son, young gentleman, is a bit of stealing. ഇനി എന്തോ ചെയ്യാം. ചുമക്കാൻ എങ്ങോട്ട്? ആ ശവത്തിന്റെ അടുത്തേക്ക്. അതിയെന്നുള്ള ശവമാ. അവന്റെ ഇതടുത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം. നടക്കില്ല മോനെ, നടക്കില്ല. ഇതല്ലെങ്കിൽ കഴുത. രണ്ടാലൊന്ന് നമ്മൾ ചുമന്നേ പറ്റൂ. നമ്മിൽ വേഗം തൊമ്മനെങ്കിൽ തൊമ്മൻ ഇല്ലാ പോവാം. പോയി നോക്കാം. ഹരിശ്ചന്ദ്ര നാടകത്തിലെ ഇതുപോലൊരു രംഗമുണ്ട്. ഇല്ലേ? ആ പെട്ടി എടുത്തിട്ട് ഇതാ അവിടേക്ക് വെച്ചു. ഇതിന്റെ മുകളില് ശ്മശാന പാലകം നിൽക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഞാൻ കേറുന്നില്ല. എന്താ എന്റെ അച്ഛോ സങ്കല്പിച്ചാൽ ആരാ നിൽക്കുന്നത്? ശ്മശാനമാരെ അല്ല, ഹരിശ്ചന്ദ്രൻ. രണ്ടാം ദിവസത്തിന്റെ ഹരിശ്ചന്ദ്രൻ നേരത്തെ കരിയെല്ലാം പൂശി ഒരു വടിയും പിടിച്ച് ക്രൂരമായി നോക്കിക്കൊണ്ട് ചന്ദ്രാദിയുണ്ടല്ലോ, ചന്ദ്രൻ രോഹിതാസന്റെ ജലത്തിന്റെ ഉള്ളിൽ ഇതുപോലെ അച്ഛൻ ഈ വയസ്സിനകത്ത് ഇവിടെയാണ് വക്കി കുട്ടികളെ പഠിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് അടുത്ത കൊച്ചന്റെ തലയിലേക്ക് വെച്ച് 54 കാട്ടിലും ഒറ്റ പാട്ടിയുള്ള കളത്തിലുള്ള അപ്പൊ മരിച്ചിരുന്നില്ലേ? വേണ്ട. അച്ഛോ ഈ വ്യക്തിയെ നമ്മളെ ഏൽപ്പിച്ചു വിട്ട ആളില്ലേ? ഈ നാടകം ചമച്ചോണം. ആ ദരിദ്രവാസി തന്നെ. ഞങ്ങൾ എന്ത് ദോഹമാണ് കണ്ടോട് ചെയ്തേ? ഒടുത്തത് ഒരിക്കലേ ഇല്ലാത്തതും അല്ലാത്തതും ഒക്കെ കേട്ട ഇതൊരു തുറങ്ങാപ്പെട്ടിരുന്നത് അല്ല, സാറിനെന്താ ചെയ്തു? അതൊരു പുഴഞ്ഞ പ്രശ്നം. എല്ലാവരും നാട്ടിലെടുത്തായ പറയുമല്ലോ, ഇല്ല പെട്ടി തുറക്കണം നോക്കാൻ പറഞ്ഞ ഇവിടെ വന്ന് കാണാനല്ല ഒന്ന് ഇറങ്ങിയത്. ഒരു സിനിമാക്കാരൻ വന്നു.
വഴി കൂടെ അങ്ങനാ ഇവിടെ എത്തിയത്. വന്നതും നിന്നതും ഒക്കെ എയർ കണ്ടീഷനില്ല. പണം പുറത്താവും മുമ്പ് അയ്യോ കഷ്ടം. അപ്പൊ മറ്റേ രോഗിയോ ദോഷം പറയുന്നു. അതാ ആ മരത്തിനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ സത്ത സാധനം ഈ കടായി കൊണ്ട് അറിവുള്ളവനാവും. ഇല്ലെങ്കിൽ കണ്ടില്ലേ അവരൊന്നും ഇതില്ലാത്തവരല്ലോ. ലളിതമായ ഇതയില്ല. ഇനി എന്തോ ചെയ്യും. ഇല്ലാതായാൽ അയ്യോ അതെ ഞാനോ ഒരു സംഗീത പ്രശ്നം. പെട്ടി ചിങ്കര പെട്ടി പെട്ടി തുറക്കും മങ്കായം മണക്കും. പെട്ടി 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 പെട്ടി ചിങ്കര